നമസ്കാരം. നമ്മുടെ ആനുകാലിക രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ ആധുനികമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ പറഞ്ഞിരിക്കുകയാണ്, തുടർ ഭരണം ആവശ്യമില്ല എന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ 2 ദിവസം മുന്നുള്ള ഒരു മലയാള മനോരമ പത്രം നോക്കിയാൽ, അതായത് അതിന് മുന്നേ ഉള്ള ഞായറാഴ്ച ദിവസം ഇദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദനെ കുറിച്ച് ഒരു ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. അപ്പോൾ മനോരമയുമായിട്ട് എന്തൊക്കെയോ ഉള്ള ബന്ധങ്ങൾ വന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത ഇനിയിപ്പോൾ ഒരു പക്ഷേ മന്ത്രിസഭയോ മാറി വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇപ്പോൾ ഇത്രയും നമ്മുടെ കേരളത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി UDF സർക്കാർ വരെ ഇട്ടിട്ട് പോയ ദേശീയപാത, അതിന് 5680 കോടി രൂപ കിഫ്ബി വഴി അടച്ചാണ് അത് വരുന്നത്. അങ്ങനെ കേരളത്തിൽ സമഗ്രമായ വികസനം തന്നെയാണ് വരുന്നത്, വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും വികസനങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇനി വരണ്ട, നമുക്ക് പഴയ 2011 നമ്മുടെ അബ്ദുറബിൻ്റെ സ്കൂളുണ്ടല്ലോ, മൂത്രപ്പുരയില്ലാത്ത സ്കൂളുകൾ, കെട്ടുറപ്പില്ലാത്ത ബിൽഡിങ്ങുകൾ, ഇതൊക്കെ വീണ്ടും വരണമെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് എന്തോ ഒരു നേട്ടം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഒരു ഫീച്ചർ തന്നെ മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും ഒരാൾക്ക് സംശയമുണ്ടായാൽ അതിൽ കുറ്റം പറയാനാവില്ല. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചിന്താ വിഷയം.